എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എർത്തുകേക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയതാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന ഭൂകമ്പം അല്ലെങ്കിൽ എർത്തുകേക്ക് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി PSC മുമ്പ് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ചോദിച്ച ചില ചോദ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. അവിടെ നിന്നുമാണ് നമ്മൾ എർത്തുകേക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടന്നത്. ആ ചോദ്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നതും ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഒരു തവണയെങ്കിലും ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്ക് ഉറപ്പായും ഉത്തരം എഴുതാൻ പറ്റിയ ഒരു മേഖല കൂടെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി എർത്തുകേക്ക് എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. പല ടൈപ്പ് വേവ് ഫോംസ് ഉണ്ട് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ ഓരോ വേവ് ഫോംസിനെ കുറിച്ച് മനസ്സിലാക്കാം. ആ വേവ് ഫോംസിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടിയ ചോദ്യങ്ങളിലേക്കുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓക്കെ, സോ ആദ്യം നമുക്ക് ബോഡി വേവ്സ് അല്ലെങ്കിൽ ഭൂശരീര തരംഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. സോ ഭൂശരീര തരംഗങ്ങൾ നമ്മൾ ആൾറെഡി പറഞ്ഞു, ഭൂമിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന തരംഗങ്ങളാണെന്ന് പറഞ്ഞു. ഈ ഭൂശരീര തരംഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങളെക്കാളും വേഗത കൂടിയ തരംഗങ്ങളാണ് ആര്? നമ്മുടെ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂകമ്പ മാപിനികളുണ്ട് ഈ ഭൂകമ്പ തരംഗങ്ങളെ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഭൂകമ്പ തരംഗങ്ങളെ ആദ്യം റീഡ് ചെയ്യുന്നത്, ഭൂകമ്പ മാപിനികൾ ആദ്യം റീഡ് ചെയ്യുന്നത് ഏത് തരംഗങ്ങളെയാണെന്ന് ചോദിച്ചാൽ അത് ബോഡി വേവ്സിനെയാണ് അല്ലെങ്കിൽ ഭൂശരീര തരംഗങ്ങളെയാണ്. ഇത് സർഫസ് വേവ്സിനെക്കാളും വേഗത കൂടിയ തരംഗങ്ങളാണ് ആര്? ഈ ബോഡി തരംഗങ്ങൾ എന്ന് പറയുന്ന പാർട്ട് അല്ലെങ്കിൽ ഭൂശരീര തരംഗങ്ങൾ എന്ന് പറയുന്ന പാർട്ട്. ഈ ഭൂശരീര തരംഗങ്ങളെ നമ്മൾ ആൾറെഡി പറഞ്ഞു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രാഥമിക തരംഗങ്ങളും മറ്റൊന്ന് ദ്വിതീയ തരംഗങ്ങളും. നിങ്ങൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഭൂകമ്പ മാപിനിയിൽ ഇതുപോലെ റീഡിംഗ് കിട്ടി. അതിൽ ആദ്യം നിങ്ങൾ കാണുന്ന വേവ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ പ്രാഥമിക തരംഗങ്ങൾ അല്ലെങ്കിൽ പി വേവ്സ്. എങ്കിൽ ഓഫ് കോഴ്സ് രണ്ടാമത് വരുന്നതായിരിക്കില്ലേ സെക്കൻഡറി വേവ്സ്? അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സിന് ആ ഒരു പേര് വരാനുള്ള റീസൺ എന്തായിരിക്കും? രണ്ടാമത് ഭൂകമ്പ മാപിനിയിലേക്ക് വന്ന വ്യക്തി ആരാ? നമ്മുടെ സർഫസ് വേവ്സ് ആണോ? അല്ല, രണ്ടാമത് വന്നത് ആരാണ്? എസ് വേവ്സ് ആണ്. എസ് വേവ്സും കഴിഞ്ഞാണ് ആര് വരുന്നത്? സർഫസ് വേവ്സ് വരുന്നത്. സോ ഫസ്റ്റ് വരുന്നത് പി വേവ്സ്, അതുകൊണ്ട് അതിനെ നമ്മൾ പ്രാഥമിക തരംഗങ്ങൾ എന്ന് വിളിച്ചു. രണ്ടാമത് വരുന്നത് ദ്വിതീയ തരംഗങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ് ആണ്. സോ പ്രാഥമിക തരംഗങ്ങളെയും സെക്കൻഡറി വേവ്സ് അല്ലെങ്കിൽ ദ്വിതീയ തരംഗങ്ങളെയും നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രാഥമിക തരംഗങ്ങളുടെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വേവ് ഫോം അല്ലെങ്കിൽ സീസ്മോഗ്രാമിൽ ആദ്യം എത്തുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. പ്രാഥമിക തരംഗങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് ഒന്നും നോക്കൂല, ഏത് മാധ്യമം കണ്ടാലും പ്രാഥമിക തരംഗങ്ങൾ ഓടിച്ചാടി പൊക്കോളും. അത് സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഏത് മാധ്യമത്തിലൂടെയും കടന്നു പോകാൻ കരുത്തനായവനാണ് ആര്? പ്രാഥമിക തരംഗങ്ങൾ. ചില്ലറക്കാരനല്ല. പക്ഷേ എസ് വേവ്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എസ് വേവ് ഫോംസ് ആരിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്നറിയോ? ഖരമാധ്യമത്തിലൂടെ മാത്രം അല്ലെങ്കിൽ സോളിഡിലൂടെ മാത്രമേ ആള് പോകത്തുള്ളൂ. സോ പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നതും ഈ പറയുന്ന ദ്വിതീയ തരംഗങ്ങളുടെയും ഫസ്റ്റ് ഡിഫറൻസ് ഇതാണ്. ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങൾ സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും അത് കടന്നു പോകും. എന്നാൽ ദ്വിതീയ തരംഗങ്ങൾ അങ്ങനെയല്ല, അവൻ ഖരമാധ്യമത്തിലൂടെ മാത്രമേ പോകത്തുള്ളൂ. ഖരം വിട്ടിട്ട് അവനൊരു കളിയില്ല, സോളിഡ് മാത്രമേ അവന് ഇഷ്ടമുള്ളൂ. ഇതാണ് പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. സോ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം ഈ ഒരു പോയിന്റ്. പ്രാഥമികമാണേ അവൻ ഒന്നും നോക്കൂല, എല്ലാത്തിലൂടെയും പോവും. ദ്വിതീയം അങ്ങനെയല്ല, അവൻ ഖരത്തിലൂടെ മാത്രമേ പോവുള്ളൂ. അവൻ കുറച്ച് കനം കൂടിയവനാണ്. കനം കൂടിയവനായതുകൊണ്ട് അവൻ ഖരമാധ്യമത്തിലൂടെ മാത്രമേ പോവുകയുള്ളൂ. സോ നമുക്ക് ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങളെയും ദ്വിതീയ തരംഗങ്ങളെയും ഒന്നുകൂടെ കമ്പയർ ചെയ്യാം. ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങൾ എന്ന് പറയുന്നത് പൊതുവെ ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള തരംഗങ്ങളാണ് ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങൾ. ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള തരംഗങ്ങളാണ് പ്രാഥമിക തരംഗങ്ങൾ എന്ന് വിളിക്കുവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ശബ്ദ തരംഗങ്ങളുടെ പ്രത്യേകത എന്താണ്? ശബ്ദ തരംഗങ്ങളെ എന്ത് ടൈപ്പ് ഓഫ് വേവ് ഫോംസ് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ശബ്ദ തരംഗങ്ങൾ എന്ത് തരംഗങ്ങളാണ്? ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു യാന്ത്രിക തരംഗമാണ്. ഇറ്റ്സ് ഓക്കെ, അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ശബ്ദ തരംഗങ്ങൾ ഒരു ടൈപ്പ് ഓഫ് വേവ് ഫോം കൂടെയാണ്. എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഫോംസ് ആണ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗമാണെന്ന് പറയാം. അതുപോലെയാണ് പ്രാഥമിക തരംഗങ്ങളും. അതേസമയം എസ് വേവ് ഫോംസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എസ് വേവ് ഫോംസിനെ വേണമെങ്കിൽ നമുക്ക് ലൈറ്റിനോട് കമ്പയർ ചെയ്യാം, പ്രകാശത്തിനോട് കമ്പയർ ചെയ്യാം. പ്രകാശം എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് തരംഗമാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? അനുപ്രസ്ഥ തരംഗമാണ് എന്നൊക്കെ പറയാം. സോ ഈ എസ് വേവ് ഫോംസും പി വേവ് ഫോംസും തമ്മിലുള്ള നെക്സ്റ്റ് ഡിഫറൻസ് ഇതാണ്. പി വേവ് ഫോംസ് എന്ന് വിളിക്കുന്നത് എന്ത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ശബ്ദ തരംഗത്തിന് സമാനമാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ടൈപ്പ് ഓഫ് വേവ് ഫോം ആണെന്ന് പറഞ്ഞു? അതൊരു
ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ഒരു അനുദൈർഘ്യ തരംഗമാണെന്ന് പറയാം. പക്ഷേ എസ് വേവ് ഫോംസ് അങ്ങനെയല്ല. എസ് ആർക്ക് തുല്യമാണ് അല്ലെങ്കിൽ ആർക്ക് സമാനമാണെന്ന് നമ്മൾ പറഞ്ഞു? ലൈറ്റ് വേവ്സിന് സമാനമാണ്, പ്രകാശ തരംഗങ്ങൾക്ക് സമാനമാണ്. അതുകൊണ്ട് അത് എങ്ങനെയാണ് കടന്നു പോകുന്നത്? അത് കടന്നു പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ഫോംസ് ആയിട്ടാണ് കടന്നു പോകുന്നത്. എന്താണ് ഈ പറയുന്ന ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കുളത്തിന്റെ അറ്റത്ത് പോയി, ഒരു കുളത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു കല്ലെടുത്ത് കുളത്തിലേക്ക് എറിയുകയാണ്. അപ്പൊ എന്തുണ്ടാകും? ചിന്തിക്കുക എല്ലാവരും, എന്തുണ്ടാവും? ഓളങ്ങൾ ഉണ്ടാവും. എടാ, ഈ ഓളങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഓളങ്ങളുടെ സഞ്ചാരം എങ്ങോട്ടാ? നിങ്ങൾ ഇങ്ങനെ കല്ലെറിയുമ്പോൾ നിങ്ങളുടെ അടുത്താണ് ഈ ഓളങ്ങൾ ഇങ്ങനെ വലുതായി 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 വരുന്നത്. നിങ്ങളിതാ ഇവിടെ നിൽക്കുകയാണ്, ഈ ഓളങ്ങൾ ഇങ്ങനെ വലുതായി 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 നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെയാണ് ആര് സഞ്ചരിക്കുന്നത്? ശബ്ദ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ വേവ് ഫോമിന്റെ സഞ്ചാരപാത ഇങ്ങോട്ടാണ്. ഇവിടെ ഒരു കണിക ഇരിക്കുന്നെങ്കിൽ ഇതൊരു കണികയാണെന്ന് വിചാരിച്ചോ. ഈ കാണുന്നത് ഒരു കണികയാണ്. ഓക്കെ, ഈ കണികയുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ കണികയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നതും എങ്ങനെയാണ്? ഈ വേവ് ഫോം സഞ്ചരിക്കുന്ന അതേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഫോംസ് എന്ന് വിളിക്കുന്നത്. ആ വേവ് ഫോമിന്റെ സഞ്ചാരവും അതിലെ കണികകളുടെ സഞ്ചാരവും സമാന്തരമാണ് അല്ലെങ്കിൽ പാരലലാണ്. രണ്ടും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കംപ്രഷൻ കാണാൻ പറ്റും, അതുപോലെ കുറച്ച് എക്സ്പാൻഷൻ കാണാൻ പറ്റും. വീണ്ടും ഒരു കംപ്രഷൻ കാണാം, വീണ്ടും ഒരു എക്സ്പാൻഷൻ കാണാം. നിങ്ങളൊരു സ്പ്രിംഗ് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ ഈ ഒരു അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അനുദൈർഘ്യ തരംഗം സെറ്റ് ആയില്ലേ? എങ്കിൽ അടുത്ത സാധനമാണ് എസ് വേവ് ഫോംസിനെ നമ്മൾ എന്തെന്നാ വിളിച്ചേ? ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത് അനുപ്രസ്ഥ തരംഗം എന്നാണ് വിളിക്കുന്നത്. അനുപ്രസ്ഥ തരംഗത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് പോവുകയാണ്. എടാ, നമ്മളെല്ലാവരും ബീച്ചിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ തിരമാലകളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. നമ്മളിങ്ങനെ തിരമാലകളെ വീക്ഷിക്കുന്ന സമയത്ത് ദൂരെ വള്ളത്തിൽ ഒരാൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ നോക്കുമ്പം നല്ല രസമുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ്, പുള്ളിക്കാരൻ വന്നിട്ട് വേണം നമുക്ക് 2 കിലോ മീൻ മേടിക്കാൻ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കണക്കൂട്ടുമ്പോൾ ഈ വള്ളം ഒറ്റ സെക്കൻഡിൽ മുകളിലോട്ട് പൊങ്ങുന്നു. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, പൊങ്ങട്ടെ. അടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ വള്ളം പതുക്കെ അങ്ങ് വെള്ളത്തിൽ താഴും, വീണ്ടും പൊങ്ങും, വീണ്ടും താഴും. അതായത് ഈ വേവ് ഫോം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കണിക ഇതുപോലെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു കണിക ഇതുപോലെ ഇരിപ്പുണ്ട്. ഈ കണികയുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് അറിയോ? ഈ കണിക സഞ്ചരിക്കുന്നത് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങും, പിന്നെ താഴേക്ക് താഴും. ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങും, ഇതുപോലെ താഴോട്ട് വരും, വീണ്ടും പൊങ്ങും, വീണ്ടും താഴും. ഇതുപോലെയാണ് ആര് സഞ്ചരിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് സഞ്ചരിക്കുന്നത്. അതായത് ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ സഞ്ചാര ദിശ ഇങ്ങോട്ടാണ്. പക്ഷേ ഇതിലെ കണികകളുടെ സഞ്ചാരം എങ്ങനെയാണ്? മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊങ്ങുകയും താഴുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് എസ് വേവ് ഫോംസിന്റെ പ്രത്യേകത. സോ പ്രാഥമിക തരംഗങ്ങളെയും ദ്വിതീയ തരംഗങ്ങളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പ്രാഥമിക തരംഗങ്ങളുടെ ഡയറക്ഷനും അതിലെ കണികകളുടെ സഞ്ചാരവും രണ്ടും ഒരേ ദിശയിലൂടെയാണ്, അല്ലെങ്കിൽ രണ്ടും സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത്. സോ ഭൂമിയുടെ ഉള്ളിൽ ഇതുപോലെ തരംഗങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ അത് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇതങ്ങ് കടന്നു പോകും. ഇങ്ങനെയാണ് ആര് സഞ്ചരിക്കുന്നത്? പ്രാഥമിക തരംഗങ്ങൾ സഞ്ചരിക്കുന്നത്. ദ്വിതീയ തരംഗങ്ങൾ അങ്ങനെയാണോ? അല്ല. ദ്വിതീയ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് ഈ കാണുന്നത് പോലെ ഒരു ഉയർച്ചയും ഒരു താഴ്ചയും വീണ്ടും ഒരു ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാക്കിയാണ് കടന്നു പോകുന്നത്. സോ ഇതാണ് പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ക്ലിയർ ആയോ? പ്രാഥമിക തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾക്ക് സമാന്തരമാണ്. ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും അവൻ കടന്നു പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെന്തിന് സമാന്തരമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾക്ക് സമാന്തരമാണ്. എന്നാൽ എസ് വേവ് ഫോംസ് അങ്ങനെയാണോ? അല്ല. എസ് വേവ് ഫോംസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത് ഭൂകമ്പമാപിനിയിലേക്ക് വരുന്നവയാണ്. ആ രണ്ടാമത് വരുന്ന എസ് വേവ് ഫോംസ് എങ്ങനെ മാത്രമേ കടന്നു പോവുകയുള്ളൂ? ഖരമാധ്യമത്തിലൂടെ മാത്രമേ പോവുകയുള്ളൂ. അതുകൂടാതെ ആ എസ് വേവ് ഫോംസ് എങ്ങനെയാ പോകുന്നത്? അനുപ്രസ്ഥ തരംഗം പോലെ. ഇതുപോലെ വേവ് ഫോംസ് ഉണ്ടാക്കിക്കൊണ്ടാണ് ആര് കടന്നു പോകുന്നത്? എസ് വേവ് ഫോംസ് കടന്നു പോകുന്നത്. ഇതാണ് ഈ രണ്ട് തരംഗങ്ങളും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഈ പി വേവ്സും എസ് വേവ്സിനെയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പി വേവ്സും എസ് വേവ്സും സഞ്ചരിക്കുന്ന സമയത്ത് ഈ പി വേവ്സ് ഒരു സാധനത്തെ കൂടെ ഡിപ്പെൻഡ് ചെയ്യും. എന്തിനാണെന്നറിയോ? ഡെൻസിറ്റി.
അതായത് ഒരു മാധ്യമത്തിന്റെ ഡെൻസിറ്റിയെ ഇതങ്ങ് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു മാധ്യമത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതുവഴി കടന്നു പോകുന്ന വേവ് ഫോമിന്റെ സ്പീഡും എന്തായിരിക്കും എന്നറിയോ? ഭയങ്കര കൂടുതലായിരിക്കും. വേവ് ഫോം കടന്നു പോകുന്നത് ഭയങ്കര സ്പീഡായിട്ട് എന്ത് ചെയ്യും? അതിലൂടെ കടന്നു പോകും. ഡെൻസിറ്റി കൂടുമ്പോൾ ആ വേവ് ഫോമിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ ആ തരംഗത്തിന്റെ വെലോസിറ്റിയും എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെൻസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വേവ് ഫോമിന്റെ വേഗതയും കുറയും. ഇതാണ് പി വേവ് ഫോംസിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ എസ് വേവ് ഫോംസ് നമ്മൾ ലൈറ്റിനോട് സമാന്തരമാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ എസ് വേവ് ഫോംസ് കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ റിഫ്ലക്ഷൻ ഒക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പ്രതിഫലനം എന്നൊക്കെ വിളിക്കാം. പ്രതിഫലനവും അപവർത്തനവും ഒക്കെ സംഭവിക്കാം. പ്രതിഫലനം നമുക്കറിയാം, പ്രകാശം ഇങ്ങനെ വന്ന് തട്ടി തിരിച്ചതാ ഇതുപോലെ റിഫ്ലക്ട് ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപവർത്തനം എന്ന് വിളിക്കുമ്പോൾ സാന്ദ്രതയിൽ വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് എന്തുണ്ട്? ഒരു വ്യതിയാനമുണ്ട്. അതാണ് എന്ത്? അപവർത്തനം. ഈ രണ്ട് പ്രോപ്പർട്ടീസും ആര് കാണിക്കുന്നുണ്ട്? എസ് വേവ് ഫോംസ് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. സോ എന്താണ് ബോഡി വേവ്സ് എന്ന് മനസ്സിലായി, എന്താണ് പ്രാഥമികം, എന്താണ് ദ്വിതീയം എന്ന് മനസ്സിലായി. ക്ലിയർ ക്രിസ്റ്റലായി എല്ലാവർക്കും മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്ക് അടുത്ത പാർട്ടാണ്, അല്ലെങ്കിൽ അടുത്ത ഇതിനകത്ത് വരുന്ന തരംഗങ്ങളാണ് നമ്മുടെ സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ. സോ നമുക്ക് സർഫസ് വേവ്സ് എന്താണെന്ന് പറഞ്ഞു. ഈ ബോഡി വേവ്സ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഉപരിതലത്തിൽ കാണുന്ന ശിലാപാളികളിലൊക്കെ തട്ടി പ്രതിഫലിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവ് ഫോംസ് ആണ് സർഫസ് വേവ്സ് അല്ലെങ്കിൽ ഉപരിതല തരംഗങ്ങൾ. സർഫസ് വേവ്സിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഭൂകമ്പ മാപിനി എടുത്തു വെച്ചു. ഭൂകമ്പ മാപിനിയിൽ ആദ്യം പി വേവ്സ് എത്തി, കുറച്ചു കഴിഞ്ഞ് എസ് വേവ്സ് എത്തി, വീണ്ടും കുറച്ചു കഴിയുമ്പോൾ ആര് കടന്നു വരുന്നു? സർഫസ് വേവ്സ് കടന്നു വരുന്നു. ആദ്യം വന്നത് ആരാ? പ്രാഥമികം. രണ്ടാമത് വന്നത് ദ്വിതീയം. മൂന്നാമതാണ് ആര് കടന്നു വരുന്നത്? ഉപരിതല തരംഗങ്ങൾ കടന്നു വരുന്നത്. സോ അതിന്റെ സ്പീഡ് എത്രത്തോളമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സെറ്റ് ആയില്ലേ? സോ അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ പറയുന്ന ഉപരിതല തരംഗങ്ങളെയും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് റെയ്ലി വേവ്സും മറ്റൊന്ന് ലവ് വേവ്സും. രണ്ട് തരം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും അനുയോജ്യമായ വാക്കെന്ന് പറയുന്നത് രണ്ട് ടൈപ്സ്. സർഫസ് വേവ്സിലെ രണ്ട് ടൈപ്പുകളാണ് ലവ് വേവ്സും അതുപോലെ റെയ്ലി വേവ്സും. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇതിന് പൊതുവെ ഈ പറയുന്ന സർഫസ് വേവ്സ് എന്നൊക്കെ പറയുന്നത് ലോങ് വേവ് ഫോംസ് ആണെന്ന് നമുക്ക് പറയാം. ലോങ് വേവ് ഫോംസ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ വേവ് ലെങ്ത് ഒക്കെ കുറവാണ്. അതാണ് നമ്മൾ അതിനെ ലോങ് വേവ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് തൽക്കാലം ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഈ പറയുന്ന സർഫസ് വേവ്സ് എന്ന് വിളിക്കുന്നത് റെയ്ലി വേവ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പും ഉണ്ട്, ലവ് വേവ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പും ഉണ്ട്. ലവ് വേവ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരും അതിന്റെ തർജ്ജിമ. അതിന്റെ തർജ്ജിമ എന്താ? നിങ്ങൾ പറയുന്ന തർജ്ജിമ പെട്ടെന്ന് പറഞ്ഞ് എന്താ ട്രാൻസ്ലേഷൻ? പ്രണയ തരംഗങ്ങൾ. പക്ഷെ നിങ്ങൾ പ്രണയ തരംഗങ്ങളൊന്നും ആക്കി കളയരുതേ. അതൊരു പാവം ശാസ്ത്രജ്ഞന്റെ പേരാ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാ നമ്മൾ അതിനെ ലവ് വേവ്സ് എന്നൊക്കെ കൊടുത്തത്. നമുക്കിനി അടുത്ത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിക്കാം. നമ്മൾ റെയ്ലി വേവ്സിനെ എടുത്തു നോക്കിയാൽ, റെയ്ലി വേവ്സും ലവ് വേവ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ലവ് വേവ്സിനെ കുറിച്ച് പഠിക്കാം. ലവ് വേവ്സിന്റെ സഞ്ചാരം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ലവ് വേവ്സ് സഞ്ചരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ലവ് വേവ്സ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അത് ഭൂമിയുടെ സർഫസിൽ എന്താ ഉണ്ടാക്കുന്നത്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതാണ് ലവ് വേവ്സിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? സോ ലവ് വേവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ലവ് വേവ്സ് കടന്നു പോകുന്ന സമയത്ത് അത് ഭൂമിയുടെ സർഫസിൽ എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് സംഭവിക്കുന്നത്. നമ്മുടെ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ പാർട്ട് ഇതാണെന്ന് വിചാരിച്ചോ, ഒരു പാർട്ടാണെന്ന് വിചാരിച്ചോ. ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ എഫക്റ്റ് എന്ന് ചോദിച്ചാൽ, ദാ ഇതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ തിരച്ചീനമായിട്ട് നടക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് നല്ല രീതിയിൽ ഒരു കുലുക്കം ഇങ്ങനെ ഉണ്ടാക്കും നമ്മുടെ ഭൂമിയിൽ. അത് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റ് ആണെന്നൊക്കെ പറയാം. അതായത് പൊതുവെ ലവ് തരംഗങ്ങൾ എന്ന് പറയുന്നത് അപകടകാരികളായിട്ടുള്ള തരംഗങ്ങളാണ്. ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വേവ് ഫോമിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറഞ്ഞോ, അതേതാണ്? ലവ് വേവ്സ് ആണ്. ആ പേരിൽ തന്നെ ഒരു അപകടം മണക്കുന്നില്ലേ? അത്രയേ ഉള്ളൂ. ലവ് വേവ്സ് ആണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ള തരംഗങ്ങൾ. ഭൂമിയുടെ പുറത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകൾക്ക് കാരണം ഈ ഒരു ലവ് വേവ്സ് ആണ്. ഈ ലവ് വേവ്സ് കണ്ടെത്തിയ വ്യക്തിയാണ് അഗസ്റ്റസ് എഡ്വേർഡ് ഹോക്ക് ലവ് എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലവ് എന്ന പേരൊക്കെ കൊടുത്തത്. പ്രണയ തരംഗമൊന്നുമല്ല, ലവ് വേവ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലവ് തരംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തതാണ് റെയ്ലി വേവ്സ്. റെയ്ലി വേവ്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, റെയ്ലി വേവ്സ് ലോർഡ് റെയ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടെത്തിയത്. റെയ്ലി വേവ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ,
റെയിലി വേവ്സ് കടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആദ്യം കാണുന്നത് ലവ് വേവ്സ് ആണ്. ലവ് വേവ്സ് ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ്, ഇങ്ങോട്ടും ഒരു ഷിഫ്റ്റ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണ് ആരുണ്ടാക്കിയത്? നമ്മുടെ പ്രണയ തരംഗങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന ലവ് വേവ്സ് ഉണ്ടാക്കിയത്. എന്നാൽ തൊട്ട് താഴെ കിടക്കുന്ന റെയിലി വേവ്സ് അങ്ങനെയല്ല. റെയിലി വേവ്സ് എങ്ങനെയാ വന്നത്? റെയിലി വേവ്സ് എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ടാണ്. പക്ഷേ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഇതുപോലെ ഏകദേശം ഒരു സർക്കുലർ രീതിയിൽ അല്ലെങ്കിൽ ഒരു എലിപ്സിന്റെ ഒക്കെ ഷേപ്പിലുള്ള ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആര് കടന്നു പോകുന്നത്? റെയിലി വേവ്സ് കടന്നു പോകുന്നത്. സോ ഇതാണ് റെയിലി വേവ്സും അതുപോലെ ലവ് വേവ്സും തമ്മിലുള്ള ഡിഫറൻസ്. റെയിലി വേവ്സ് ആവുമ്പോൾ അവിടെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ് അല്ലെങ്കിൽ ഒരു എലിപ്റ്റിക്കൽ മോഷൻ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയം ഈ പറയുന്ന ലവ് വേവ്സ് ആണെങ്കിലോ അവിടെ ഒരു ഹൊറിസോണ്ടൽ ഷിഫ്റ്റിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഭൂകമ്പ മാപിനിയുടെ റിസൾട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മുടെ ഭൂകമ്പ മാപിനിയിൽ വന്നത് പ്രൈമറി വേവ്സ്, ഓക്കെ സമ്മതിച്ചു. രണ്ടാമത് വന്നത് ദ്വിതീയ തരംഗങ്ങളാണ് അല്ലെങ്കിൽ സെക്കൻഡറി വേവ്സ്. മൂന്നാമത് എത്തിയത് സർഫസ് വേവ്സ് ആണ്. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും സർഫസ് തരംഗവും ശ്രദ്ധിക്കുമ്പോൾ ആർക്കാണ് മക്കളെ ഇതിലെ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ? ആർക്കാണ് കൂടുതൽ ആയതി ഉള്ളത്? ആർക്കാണ്? അത് സർഫസ് വേവ്സിനാണ്. അതുകൊണ്ടാണ് സർഫസ് വേവ്സിനെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? അപകടകാരികളാണ് സർഫസ് വേവ്സിലെ ലവ് വേവ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. സോ നമ്മുടെ ഭൂകമ്പ മാപിനിയിൽ ആദ്യം എത്തുന്നത് പ്രാഥമിക തരംഗങ്ങളാണ്, രണ്ടാമത് എത്തുന്നത് എസ് തരംഗങ്ങളാണ്, മൂന്നാമത് എത്തുന്നതാണ് സർഫസ് വേവ്സ്. ഇതിൽ ഏറ്റവും അപകടകാരികൾ ആരെന്ന് ചോദിച്ചാൽ ഏറ്റവും അപകടകാരി ആരാണ്? അത് നമ്മുടെ ലവ് വേവ്സ് ആണ് ഏറ്റവും അപകടകാരികൾ, അല്ലെങ്കിൽ സർഫസ് വേവ്സ് ആണ് ഏറ്റവും അപകടകാരികൾ. പിന്നെ ഓർക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ ആദ്യം നമ്മുടെ ഭൂകമ്പ മാപിനി റീഡ് ചെയ്തത് ആരെയായിരുന്നു? പ്രാഥമിക തരംഗങ്ങളെയായിരുന്നു. ഇത് രണ്ടും നിങ്ങളുടെ മനസ്സിൽ വേണം. സോ എന്താണ് ഭൂകമ്പം എന്ന് ഇപ്പോൾ പഠിച്ചു, ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു, എവിടെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി, എന്താണ് ഭൂകമ്പം റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് മനസ്സിലായി. അതിനുശേഷം ആ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് പുറത്തു വരുന്ന ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആ ഭൂകമ്പ തരംഗങ്ങളുടെ കാറ്റഗറൈസേഷനും അത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യവും മനസ്സിലായി. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, പ്രാഥമിക തരംഗം ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും പോകുമ്പോൾ എസ് വേവ് ഫോംസ് ആരിലൂടെ മാത്രമേ പോവുകയുള്ളൂ നമ്മൾ പറഞ്ഞു? ഖരമാധ്യമത്തിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ ഭൂമിയുടെ ഉള്ളറയിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മളിങ്ങനെ ഭൂമിയുടെ ഉള്ളറയിലോട്ട് ഇങ്ങനെ പോവുക ചെയ്യുമ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതായിരുന്നു? നമ്മുടെ ക്രസ്റ്റ് ആയിരുന്നു. അതിന് തൊട്ട് താഴെ ഏതായിരുന്നു? നമ്മുടെ മാന്റിൽ എന്ന് പറയുന്ന പോർഷൻ. അതിന് താഴെ പോകുമ്പോൾ കോർ എന്ന് പറയുന്ന പോർഷൻ. ഈ ഓരോ പാർട്ടും ഓരോ ഘടനയാണ്. ആ ഘടന അനുസരിച്ച് അത് സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണോ, ഇതിനെ ആശ്രയിച്ചായിരിക്കും അതുവഴി ഈ പറയുന്ന തരംഗങ്ങൾ കടന്നു പോകുന്നത്. സോ ഇങ്ങനെ തരംഗങ്ങൾ കടന്നു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മേഖലകളെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ള മേഖലകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഷാഡോ സോൺസ് അല്ലെങ്കിൽ നിഴൽ മേഖലകൾ എന്ന് പറയും. ഈ പ്രാഥമിക തരംഗങ്ങളുടെ സഞ്ചാരവും ഈ ദ്വിതീയ തരംഗങ്ങളുടെ സഞ്ചാരവും അതുപോലെ ഈ ലവ് വേവ്സും റെയിലി വേവ്സും ഒക്കെ സഞ്ചരിക്കുന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ് നിഴൽ മേഖലകൾ അല്ലെങ്കിൽ ഷാഡോ സോൺസ്. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് വേവ് ഫോംസിന് എടുത്താൽ മതി. ആരൊക്കെ ആയിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആരൊക്കെ ആയിരിക്കും നമുക്ക് നിഴൽ മേഖല പറയാൻ വേണ്ടി വേണ്ടത്? ചിന്തിക്കുകയല്ല. എന്താ പി വേവ്സും എസ് വേവ്സും മതി പോരെ? പി വേവ്സും എസ് വേവ്സും പോരെ? എന്താ പി വേവ്സും എസ് വേവ്സും ആണ് ഭൂമിയുടെ ഉള്ളിലൂടെ പോകുന്നത്. സർഫസ് വേവ്സ് ഭൂമിയുടെ സർഫസിലൂടെയാണ് പോകുന്നത്. സോ ഭൂമിയുടെ ഉള്ളിലൂടെ പോകുന്ന പി വേവ്സിനെയും എസ് വേവ്സിനെയും അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഭൂമിയിലെ ചില മേഖലകളെ നിഴൽ മേഖലകൾ അല്ലെങ്കിൽ ഷാഡോ സോൺസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ തരംഗങ്ങളുടെ ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ഒരു തരംഗങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ നിഴൽ മേഖലകൾ എന്ന് പൊതുവെ പറയാറുള്ളത്. സോ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്കൊരു ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു ഫിഗർ നിങ്ങൾ എടുത്തു. നമുക്കറിയാം ഏറ്റവും പുറത്തുള്ള പാർട്ട് എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. ഈ ക്രസ്റ്റ് എന്ന് പറയുന്ന പാർട്ട് മാന്റിൽ എന്ന് പറയുന്ന പോർഷനൊക്കെ ഏകദേശം സോളിഡ് ആണെന്ന് പറയാം. ഞാൻ അങ്ങനെ ഏകദേശം എന്ന് പറയുന്നതിനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള പാർട്ട് ക്രസ്റ്റ് ആണ്, സോളിഡ് നേച്ചർ ആണ്. ഓക്കെ, സമ്മതിച്ചു. തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന മാന്റിൽ എന്ന് പറയുന്ന ഭാഗം, മാന്റിലിന്റെ മുകൾ ഭാഗം സോളിഡ് ആണ്. അതിന് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് എഗെയിൻ എന്താണ്? സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. നമ്മുടെ അസ്തനോസ്ഫിയർ അല്ലെങ്കിൽ മധ്യ മാന്റിൽ എന്നൊക്കെ പറയുന്ന പോർഷൻ ഒരു സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. വീണ്ടും അതിന് തൊട്ട് താഴെയുള്ള ഭാഗം ലോവർ മാന്റിൽ പോർഷൻ എന്ത് പാർട്ടിലാണ് കാണുന്നത്? സോളിഡ് ആയിട്ടാണ് കാണുന്നത്. അതിന് താഴെയുള്ള കോർ പക്ഷെ എങ്ങനെയാ കാണുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഈ കാണുന്ന പാർട്ട്, ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോറിന്റെ
ഔട്ടർ കോർ എന്ന് പറയുന്ന പാർട്ടാണ്. നമുക്ക് കോറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അകക്കാമ്പുമുണ്ട്, പുറക്കാമ്പുമുണ്ട്. പുറക്കാമ്പ് അല്ലെങ്കിൽ ഔട്ടർ കോർ എന്ന് പറയുന്ന പാർട്ട് ലിക്വിഡ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇത് ലിക്വിഡ് നേച്ചറിലാണ് കാണപ്പെടുന്നത്. സോ ഇത് ലിക്വിഡ് നേച്ചർ ആകുമ്പോൾ അതിലൂടെ ഏത് തരംഗങ്ങൾ പോവുകയില്ല? എസ് തരംഗങ്ങൾ പോവുകയില്ല. അങ്ങനെയാണ് ഭൂമിയുടെ ഘടന നമുക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലുള്ള ഔട്ടർ കോർ അല്ലെങ്കിൽ പുറക്കാമ്പ് എന്ന് പറയുന്ന പാർട്ട് ലിക്വിഡ് ആണെന്ന് നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ പറ്റും. സോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോ, ഈ പി വേവ്സും എസ് വേവ് ഫോംസും കടന്നു പോകുന്നു. ഓക്കെ, ഈ പി വേവ്സും എസ് വേവ്സും ഇതുപോലെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ട് ഈ പി വേവ്സും എസ് വേവ് ഫോംസും ഏകദേശം ഈ 105 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് വരെ കടന്നു വന്നു. ഈ 105 ഡിഗ്രി എന്ന് കാണുന്ന ആ ഒരു മേഖല വരെ പി വേവ്സും എസ് വേവ് ഫോംസും എത്തി. ഈ പി വേവ് ഫോംസും എസ് വേവ് ഫോംസും ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കോർ എന്ന് പറയുന്ന പോർഷൻ ദാ ഇവിടെ എത്തി. ഓക്കെ, സോ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ്. അതിലൂടെ ആര് പോവുകയില്ല? എസ് വേവ് ഫോംസ് കടന്നു പോവുകയില്ല. സോ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അകത്തേക്ക് ആര് കയറി? പി വേവ് ഫോംസ് മാത്രം കയറി. സോ ഈ പറയുന്ന എസ് വേവ് ഫോംസ് എവിടം വരെ കാണുകയുള്ളൂ? ഈ 105 ഡിഗ്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഭൂകമ്പത്തിന്റെ എപ്പി സെന്റർ എന്ന് പറയുന്ന അതികേന്ദ്രം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും 105 ഡിഗ്രി വരെ മാത്രമേ നമുക്ക് ആരെ കാണുവാൻ സാധിക്കുകയുള്ളൂ? എസ് വേവ് ഫോംസിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. 105 ഡിഗ്രിക്ക് ശേഷമുള്ള പ്രദേശത്തെങ്ങും എസ് തരംഗങ്ങൾ എത്തിച്ചേരുന്നില്ല. പക്ഷേ പി വേവ് ഫോംസ് അങ്ങനെയാണോ? പി വേവ് ഫോംസ് ഏതിലൂടെയൊക്കെ പോകും? പുള്ളിക്കാരന് ഒരു വ്യത്യാസവും ഇല്ല. ഏത് മാധ്യമം കണ്ടാലും പുള്ളി പൊയ്ക്കോളും. പി വേവ് ഫോംസിന് സോളിഡ് എന്നൊരു വകഭേദമില്ല, ലിക്വിഡ് എന്നൊരു വകഭേദമെന്നില്ല, ഗ്യാസ് എന്നൊരു വകഭേദമെന്നില്ല. എന്ത് കണ്ടാലും പി തരംഗങ്ങൾ എന്ത് ചെയ്യും? ഓടിച്ചാടി പി തരംഗങ്ങൾ അങ്ങ് പൊയ്ക്കോളും. സോ ഓട്ടോമാറ്റിക്കലി ഈ പി തരംഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോർ പോർഷനിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കോറിലൂടെയൊക്കെ കയറി വീണ്ടും ആര് കടന്നു പോകുന്നുണ്ട്? പി വേവ് ഫോംസ് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. അപ്പോ നിങ്ങൾ ഫിഗർ കാണുമ്പോൾ ദാ പി തരംഗങ്ങൾ ദാ ഇതുവഴി പോയി, പി തരംഗങ്ങൾ ദാ ഇതുവഴി പോയി, ദാ ഇതുവഴി പോയി, ഇതുവഴി പോയി, ഇതുവഴി പോയി. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പോർഷനിൽ ഈ പറയുന്ന പി തരംഗങ്ങൾ പോയിട്ടില്ല. ദാ ഈ പോർഷൻ ഇത്രയും ഭാഗത്ത് പി തരംഗങ്ങളും പോയില്ല, എസ് തരംഗങ്ങളും കടന്നുപോയില്ല. എസ് തരംഗങ്ങൾ കടന്നു പോകാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. പക്ഷെ പി തരംഗങ്ങൾ പോകാത്തതിന്റെ റീസൺ എന്താണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ശരിയല്ലേ? എന്തായിരിക്കും കാരണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റീസൺ? എടാ, ഈ തരംഗങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ അത് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും അല്ലെങ്കിൽ പ്രതിഫലനവും അപവർത്തനവും ഒക്കെ സംഭവിക്കും. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്? സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ. നിങ്ങളൊന്നിനെ ചിന്തിച്ചു നോക്കിക്കേ, തൊട്ടു മുകളിലുള്ള നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്നും ഏറ്റവും പുറത്തുള്ള ക്രസ്റ്റിൽ നിന്നും ഭൂമിയുടെ ഇന്റീരിയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോ ലെയറിലെത്തുമ്പോഴും ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും പുറത്തുള്ള ഡെൻസിറ്റി ഏകദേശം ഒരു 2.6 എന്നൊക്കെ തുടങ്ങിയാൽ ഭൂമിയുടെ ഏറ്റവും കോർ എന്ന് പറയുന്ന പാർട്ടിലെ ഏറ്റവും ഉള്ളിലെ കോർ എന്ന് പറയുന്ന പാർട്ടിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അത്രത്തോളം ഡെൻസിറ്റി കൂടുകയാണ്. സോ ഓരോ ലെയറിലെത്തുമ്പോഴും ഈ ഡെൻസിറ്റി മാറുന്നത് കൊണ്ട് തന്നെ ആ വേവ് ഫോംസിന്റെ സഞ്ചാര ദിശയിൽ വെച്ച് അതിന് എന്ത് സംഭവിക്കാം? പ്രതിഫലനവും അപവർത്തനവും ഒക്കെ സംഭവിച്ചൂടെ? അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ കാണുന്ന പോർഷൻ എന്തായിട്ട് മാറിയത്? പി വേവ്സും കടന്നു പോകാത്ത പാർട്ടായിട്ട് മാറിയത്. ക്ലിയർ ആയോ? സോ എന്തുകൊണ്ടാണ് ആ മേഖലയിൽ പി വേവ്സ് പോകാത്തതെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ പി വേവ് ഫോംസ് ഈ കാണുന്ന മേഖലയിലൂടെ പോകുന്നില്ല. അതിനുശേഷം ദാ ഈ കാണുന്ന 140 എന്ന് പറയുന്ന ഡിഗ്രിയിൽ വെച്ചിട്ടാണ് വീണ്ടും ആര് കടന്നു പോകുന്നത്? പി വേവ് ഫോംസ് കടന്നു പോകുന്നത്. ഇങ്ങനെയാണ് പി വേവ് ഫോംസിന്റെ സഞ്ചാരം. അതായത് പി തരംഗങ്ങളുടെ നിഴൽ മേഖല 105 ഡിഗ്രി മുതൽ 145 ഡിഗ്രി വരെയാണ്. പി തരംഗങ്ങളുടെ ഷാഡോ സോൺ എന്ന് പറയുന്നത് 105 മുതൽ 145 ഡിഗ്രി വരെയാണ്. എന്നാൽ ഈ പറയുന്ന എസ് തരംഗങ്ങളുടെ ആണെങ്കിലോ 105 ഡിഗ്രിക്ക് ശേഷമുള്ള ഒരു പാർട്ടിലൂടെയും ആര് കടന്നു പോകുന്നില്ല? എസ് വേവ് ഫോംസ് കടന്നു പോകുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ നിഴൽ മേഖല എന്ന് പറയുന്ന ഒരു മേഖല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺക്ലൂഷനിലെത്താം. എസ് തരംഗങ്ങളുടെ നിഴൽ മേഖല എന്ന് പറയുന്നത് പി തരംഗങ്ങളുടെ നിഴൽ മേഖലയേക്കാൾ വിസ്തൃതമാണ്. പി തരംഗങ്ങളുടെ നിഴൽ മേഖലയാണോ കൂടുതൽ, എസ് തരംഗങ്ങളുടെ ആണോ എന്ന് ചോദിച്ചാൽ ആരുടെയാണ് കൂടുതൽ? എസ് തരംഗങ്ങളുടെ നിഴൽ മേഖലാ പ്രദേശമാണ് കൂടുതൽ. നിങ്ങൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ NCERT-ക്കകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ ആണ് ഈ കാണുന്ന ഫിഗർ. സോ ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് പി വേവ് ഫോംസിന്റെ ഷാഡോ സോണും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എസ് വേവ് ഫോംസിന്റെ ഷാഡോ സോൺ അല്ലെങ്കിൽ നിഴൽ മേഖലയാണ്. പി വേവ്സ് നിങ്ങൾക്ക് കാണാലോ 105 ഡിഗ്രി മുതൽ 145 ഡിഗ്രി വരെയാണ് ആര് കടന്നു പോകാത്തത്? പി തരംഗങ്ങൾ കടന്നു പോകാത്തത്. എന്നാൽ എസ് വേവ് ഫോംസ് അങ്ങനെയാണോ? 105 ഡിഗ്രിക്കുള്ള ഒരു പ്രദേശത്തിലൂടെയും ആര് കടന്നു പോയിട്ടില്ല? എസ് വേവ് ഫോംസ് കടന്നു പോയിട്ടില്ല.
അതുകൊണ്ടാണ് എസ് വേവ് ഫോംസിന്റെ നിഴൽ മേഖലയുടെ വ്യാപ്തി കൂടുതലാണ് എന്ന് പറയാനുള്ള റീസൺ. ക്ലിയർ ആയോ? സോ ഇത്രയുമാണ് ഈ പറയുന്ന ഭൂകമ്പത്തെക്കുറിച്ചും ഭൂകമ്പ തരംഗങ്ങളെക്കുറിച്ചും നിഴൽ മേഖലകളെക്കുറിച്ചും മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോട്ടിച്ച് നോക്കിയാലോ? ഇനി നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയാൻ പറ്റും. എന്റെ കൂടെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ പറ്റും. സോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ പോവുകയാണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭൗമ ഉപരിതലത്തിൽ എത്തുന്ന ഭൂകമ്പ തരംഗങ്ങളെ സീസ്മോഗ്രാഫ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് രേഖപ്പെടുത്തുന്നത്. ശരിയല്ലേ? ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശബ്ദ തരംഗങ്ങളോട് സമാനതയുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പി തരംഗങ്ങൾ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ ഒന്ന് ആലോചിച്ചേ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. പി തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾക്ക് സമാന്തരമാണ്. അത് എന്തുപോലെയാ കടന്നു പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞേ. അത് കടന്നു പോകുന്നത് ശബ്ദ തരംഗങ്ങൾ പോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അനുദൈർഘ്യ തരംഗങ്ങളായിട്ടാണ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓപ്ഷൻ നോക്കി ഉത്തരമെടുക്കാം. നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടെ നോക്കാം. റിക്ടർ സ്കെയിലിലെ ഭൂകമ്പ വ്യാപ്തി രേഖപ്പെടുത്തുന്നത് 1 മുതൽ 12 വരെയുള്ള സംഖ്യകളാണ്. ശരിയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഒന്ന് ആലോചിച്ചേ. സാറ് പറഞ്ഞു 2 സ്കെയിൽ ഉണ്ടെന്നൊക്കെ സാറ് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു, 2 സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ സ്കെയിലായിരുന്നു? റിക്ടർ സ്കെയിലും ഉണ്ട്, മെർക്കാലി സ്കെയിലും ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഒന്നില് റിക്ടർ സ്കെയിലിൽ എത്ര മുതൽ എത്ര വരെ റീഡിംഗ് കാണിക്കുന്നു എന്ന് പറഞ്ഞേ? 1 മുതൽ 10 വരെ. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് മക്കളെ. അതായത് റിക്ടർ സ്കെയിലിൽ കാണിക്കുന്നത് 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിക്ടർ സ്കെയിൽ പൊതുവെ രേഖപ്പെടുത്താറുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ആ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് താഴെ ഒരു അണ്ടർലൈൻ ആദ്യമേ ചെയ്തു വയ്ക്കുക. എന്നിട്ട് ചോദ്യത്തിന്റെ സൈഡിൽ ശരിയായിട്ടുള്ളതിന് ശരി മാർക്ക് ഇടുക, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് തെറ്റ് മാർക്ക് ചെയ്യുക. ഓപ്ഷൻസ് നോക്കുക. ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ 1ഉം 2ഉം മാത്രമാണ് ശരി. നിങ്ങൾക്ക് ഉത്തരവായി. നിങ്ങൾക്ക് ഉത്തരം എഴുതാം. 1ഉം 2ഉമാണ് ശരി. ഉറപ്പിച്ചു. സോ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളെ പരിഗണിക്കുക, അതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ നേരത്തെ ഭൂകമ്പത്തിന്റെ ഗ്രാഫ് ഒക്കെ പറഞ്ഞു. ഭൂകമ്പത്തിന്റെ ഗ്രാഫ് പറഞ്ഞ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു, ഇതാണ് ഭൂകമ്പ തരംഗങ്ങളുടെ ഗ്രാഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ ഗ്രാഫ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു. നിങ്ങൾ കണ്ടേ, ഈ ഗ്രാഫിൽ ആദ്യം എത്തിയത് പ്രാഥമിക തരംഗങ്ങളാണ്, രണ്ടാമത് എത്തിയത് ദ്വിതീയ തരംഗങ്ങളാണ്, മൂന്നാമത് എത്തിയത് ആരായിരുന്നു? സർഫസ് വേവ്സ് ആയിരുന്നു. അതിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടില്ലേ? എന്താണ്? കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ട് ആര്? ഈ പറയുന്ന സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത്, ഈ തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ശരിയല്ലേ? നമ്മൾ ആൾറെഡി പറഞ്ഞു, ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും ആര് കടന്നുപോകും? പി തരംഗങ്ങൾ കടന്നുപോകും. അതിൽ ഡെൻസിറ്റി കൂടുമ്പോൾ അതിന്റെ വേഗതയും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? കൂടുമെന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി സോളിഡ് ആകുമ്പോൾ അതിന്റെ മാസ് കൂടുതലല്ലേ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. യൂണിറ്റ് വ്യാപ്തം പ്രദേശത്ത് അനുഭവപ്പെടുന്ന മാസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി സോളിഡ് ആകുമ്പോൾ മാസ് എന്ന് പറയുന്ന ഫാക്ടർ എന്ത് ചെയ്യും? കൂടും. മാസ് കൂടുമ്പോൾ സാന്ദ്രത കൂടും. സാന്ദ്രത കൂടുമ്പോൾ ആരും കൂടും? പി തരംഗങ്ങളുടെ വേഗതയും കൂടും. സോ ആ ചോദ്യത്തിനും ഉത്തരമായില്ലേ? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എസ് തരംഗങ്ങൾക്ക് ഖര ദ്രവ്യ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയും. അതൊന്ന് ആലോചിച്ച് പറഞ്ഞേ. പി തരംഗങ്ങളും എസ് തരംഗങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചേ, എന്തൊക്കെയാണ് അവ തമ്മിലുള്ള ഡിഫറൻസ്? പി തരംഗം ആദ്യം വരുന്നു, സമ്മതിച്ചു. എസ് തരംഗം രണ്ടാമത് വരുന്നു. ഓക്കെ, സമ്മതിച്ചു. ഒന്നാമത്തെ പോയിന്റ് സെറ്റ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പി തരംഗം എല്ലാ മാധ്യമത്തിലൂടെയും പോവും. പ്രാഥമിക തരംഗങ്ങൾ എല്ലാ മാധ്യമത്തിലൂടെയും പോവും. സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും പോവും. പക്ഷേ എസ് വേവ് ഫോംസ് അങ്ങനെയാണോ? അല്ല. എസ് വേവ് ഫോംസ് കനമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കുറച്ച് കാഠിന്യം കൂടിയതാ, കുറച്ച് കനമുള്ളതാ. അതുകൊണ്ട് അത് ഏതിലൂടെ മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞു? സോളിഡിലൂടെ മാത്രമേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ എയും ബിയുമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. അതായത് ഇതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. ക്ലിയർ ആയോ? ദെൻ ലാസ്റ്റ് നമ്മൾ ഒരു ചോദ്യം കൂടെ നോക്കുകയാണ്. ഇത് നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഇംഗ്ലീഷ് വെർഷൻ ആണ്. ഇവിടെയും ഉത്തരം ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഫൈനലി ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് 2024 പുതുവർഷ ദിനത്തിൽ എവിടെയാണ് ഭൂകമ്പം ഉണ്ടായത് എന്നാണ് ചോദ്യം. അത് നോട്ടോ എന്ന് പറയുന്ന ഒരു പ്രദേശമാണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലായിരുന്നു.
നമ്മുടെ 2024 പുതുവർഷ ദിനം നമ്മൾ ആരംഭിച്ചത് ജപ്പാനിലെ ഈ ഒരു വാർത്തയുമായിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇത് ഏകദേശം 7.6 റീഡിംഗ് കാണിച്ചിട്ടുള്ള ഒരു ഭൂകമ്പമായിരുന്നു ജപ്പാനിൽ ഉണ്ടായത്. ആ ഒരു ഭൂകമ്പ തരംഗങ്ങളോട് കൂടിയാണ് നമ്മുടെ 2024 തന്നെ നമ്മൾ ആരംഭിച്ചത്. സോ ഈ ഒരു ചോദ്യത്തിന്റെയും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഭൂകമ്പം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉള്ള PSCയുടെ ചോദ്യങ്ങൾ എന്താണ്, ആ ഭൂകമ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ് ഭൂകമ്പം, എങ്ങനെയാണ് ആ ഭൂകമ്പം ഉണ്ടാകുന്നത്, എവിടെയാണ് ആ ഭൂകമ്പം ഉണ്ടാകുന്നതിനുള്ള പ്ലേസ് എവിടെയാണ്, ആ ഭൂകമ്പ തരംഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആ ഭൂകമ്പ തരംഗങ്ങൾ ഏതൊക്കെ ടൈപ്പാണ്, അത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അതിന്റെ ഡിഫറൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.